ഡോക്ടർ സണ്ണിയെ അറിയില്ലേ? അല്ല, നമ്മുടെ സണ്ണി, മണിച്ചിത്രത്താഴിലെ സണ്ണി. സണ്ണിയുടെ ഒരു അനിയത്തി എൻ്റെ മുന്നിൽ വന്നിരിപ്പുണ്ട്. ഇഷാനി എന്നാണ് പേര്, ഇഷാനി ഋഷഭ്. അപ്പോൾ നമ്മൾ മണിച്ചിത്രത്താഴ് കണ്ടപ്പോൾ നമുക്ക് അവസാനം വലിയ സംശയം വന്നു, ആർക്കായിരുന്നു ശരിക്കും ഭ്രാന്ത്, അതോ ആ ഡോക്ടർക്കായിരുന്നു എന്നൊക്കെ ചോദിച്ച ആളുകളില്ലേ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് അത്തരമൊരു കഥയുടെ കഥാപാത്രത്തിൻ്റെ അടുത്തേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സ്വാഗതം. താങ്ക് യു. അപ്പോൾ എൻ്റെ ഇൻട്രോ കേട്ടിട്ട് പോയി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എല്ലാ ആളുകളും പറയാറുണ്ട് നമുക്കെല്ലാം ഓരോ ഭ്രാന്തുണ്ടെന്നല്ലേ, മനുഷ്യനെല്ലാം നോർമലായിട്ട് ആരും ഇല്ലെന്നൊക്കെ പറയുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാഖ ഇപ്പോൾ ഉണ്ട്, സൈക്യാട്രി ഉണ്ട്. ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ എന്ന് സംശയമുള്ള ആളുണ്ട്. എനിക്കും സംശയമുണ്ട്. എനിക്കും ഉണ്ടെന്ന് പറയുന്നത് ഭ്രാന്തുണ്ടെന്നല്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും. അത് ഷാനിയെ പോലുള്ള ആൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്നത് പോലെ പ്രേക്ഷകരെ, ഒരു വല്ലാത്ത പുതിയ ഒരു തീമാണ്, ഒരു സബ്ജക്റ്റാണ് നമ്മൾ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഇഷാനി ഒരു സൈക്കോളജിസ്റ്റാണ്. പ്രിസൈസ്ലി ഒരു സൈക്കോ എഡ്യൂക്കേറ്ററാണ്. ഈ സൈക്കോളജി പഠിച്ചാലല്ലേ ഇത് പഠിപ്പിക്കാൻ. അപ്പോൾ സബ്ജക്റ്റ് അറിയാം, വിഷയം അറിയാം. എന്താ സൈക്കോളജി? സൈക്കോളജി എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പറ്റിയും നമ്മുടെ ഇമോഷൻസ്, ബിഹേവിയർ, ഇതിൻ്റെയൊക്കെ പാറ്റേണിനെ പറ്റി പഠിക്കുന്ന ഒരു സയൻസാണ്. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറയുന്നത്. മനസ്സിനെ കുറിച്ച് മനഃശാസ്ത്രം. എന്തുവാ മനസ്സ് എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. പലരും നമ്മൾ പറയും നമുക്ക് മനസ്സ്, എനിക്ക് സങ്കടമാവുന്നു, മനസ്സ് ഇവിടെയാണെന്ന് വിചാരിക്കും. എൻ്റെ മനസ്സിന് എനിക്ക് വേദനയാകുന്നു, അങ്ങനെയൊക്കെ പറയും. അപ്പൊ ചിലർ വിചാരിക്കും ഇവിടെയാണെന്ന്, ചിലർ പറയും ബ്രെയിൻ ആണെന്ന്. പക്ഷെ ഇത് രണ്ടും അല്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇറ്റ്സ് അഗെയിൻ ഒരു ഭയങ്കര സബ്ജക്റ്റീവ് ടോപ്പിക്കാണ്. പക്ഷേ ഇല്ലാത്ത കാണാൻ പറ്റാത്തൊരു സാധനത്തിന് എങ്ങനെ പഠിക്കും? ആക്ച്വലി മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ തന്നെ മെൻ്റൽ പ്രോസസ്സുകൾ എന്ന് പറയും. അതായത് ബ്രെയിനിൻ്റെ ചിന്തിക്കാനുള്ള കഴിവ്, ഓർത്ത് വെക്കാനുള്ള കഴിവ്, കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള കഴിവ്, പെർസീവ് ചെയ്യാനുള്ള കഴിവ്, പെർസെപ്ഷൻ. ഇന്റർനെറ്റ് പോലെയാ ഇങ്ങനത്തെ കുറെ എടുത്ത് കാണിക്കാൻ പറ്റുമല്ലോ. ഇല്ല. അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, ഫങ്ഷൻസ് ഉണ്ട് ബ്രെയിനിന്റെ. അതിന്റെ ഒരു കളക്റ്റീവ് ആയിട്ടാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ മനസ്സ് ഒരു ഓർഗൺ അല്ല, ബ്രെയിനോ ഹാർട്ടോ പോലത്തെ ഒരു ഓർഗൺ അല്ല. അത് നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാൻ ആണോ? ഓക്കെ. അതായത് നമ്മുടെ വിചാരങ്ങളാണ്, നമ്മുടെ വികാരങ്ങളാണ് എന്നൊക്കെ പറയാം. വികാരങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ചിന്ത മനസ്സിന്റെ ഭാഗമല്ലേ? ചിന്ത മനസ്സിന്റെ ഭാഗമാണ്. ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യത്തിന് അറ്റൻഷൻ കൊടുക്കണം, അത് നമ്മൾ പെർസീവ് ചെയ്യണം, അത് ഓർത്ത് വെക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു കൂട്ടായ ഒരു രൂപം, അല്ലെങ്കിൽ അതിന് ആളുകൾ കൊടുത്ത പേരാണ് മനസ്സെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. കുറച്ചും കൂടെ സിമ്പിളായിട്ട് ആളുകൾ മനസ്സിലാവുന്ന രീതി. നമ്മളിപ്പം അനാട്ടമി പഠിക്കുന്നു, അപ്പോൾ ഒരു ബോഡി നമ്മുടെ മുന്നിലുണ്ട്, നമ്മൾ അതിനെ പഠിക്കുന്നു. അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്നു, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്നു, ഒരു മെറ്റീരിയൽ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മുന്നിൽ കാണാൻ വയ്യാത്ത, തൊടാൻ പറ്റാത്ത, മണക്കാൻ പറ്റാത്ത, അനുഭവിച്ചറിയാൻ പറ്റാത്ത ഒരു വസ്തുവിനെ എങ്ങനെ പഠിക്കും? അത് നമ്മുടെ ഇമോഷൻസിലൂടെയും ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം, നമ്മുടെ പേഴ്സണാലിറ്റി, ഇത് അനലൈസ് ചെയ്ത് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നാൽ സൂക്ഷിക്കണം. അങ്ങനെയല്ല. അത് ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത്, എൻ്റെ പ്രപ്പോസൽ വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, അപ്പം നിന്നെ ഉറക്കി കിടത്തി എല്ലാ കാര്യങ്ങളും വായിച്ചെടുക്കുകയുള്ളൂ, നിന്റെ മനസ്സിലുള്ളതൊക്കെ വായിച്ചെടുക്കും, നീ സൂക്ഷിച്ചോന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല. അത് ഞാൻ എവിടെ ചെന്നാലും നമ്മൾ സൈക്കോളജി പഠിക്കുന്ന ആളാണ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സ് വായിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. പക്ഷെ നമുക്ക് ഈ മുന്നിലിരിക്കുന്ന ആളുടെ ചിന്തിക്കുന്ന രീതി, അതിൻ്റെ പാറ്റേൺ, എങ്ങനെയാണ് അയാൾ അതിനോട് പ്രതികരിക്കുന്നത്, പിന്നെ അയാൾ നോൺ വെർബൽ ക്യൂസ് എന്ന് പറയും, അയാളുടെ നമ്മുടെ ഈ ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന ക്യൂസ്, ഇതെല്ലാം വെച്ച് ഒരു പരിധി വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം വന്നാൽ ഇയാൾ എങ്ങനെയായിരിക്കാം പെരുമാറാൻ പോകുന്നത് നമുക്കൊരു പരിധി വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ മനസ്സ് വായിക്കാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. മനസ്സ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് പറയിപ്പിക്കാം. അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും കാര്യങ്ങളും ഹിപ്നോട്ടിസം വേറെ തന്നെ ഒരു ഇതാണ്. അല്ല, എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയം ആ ആളായിട്ട് സംസാരിച്ച്
ഒരു ട്രസ്റ്റ് ഒക്കെ വരുത്തി കഴിഞ്ഞു, ഒരു റാപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആള് അങ്ങനെയല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ എനിക്കറിയാവുന്ന ഒരാൾ, എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഞങ്ങൾ ഒരു കോളേജിൽ ഒരു ഷോയ്ക്ക് പോയി. കോളേജ് വിദ്യാർത്ഥിനികളെ പിടിച്ചവിടെ ഇരുത്തി 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോകാമെന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ ഇന്ന പറയും, ഇന്ന പോലെ ഈ വരുന്ന ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ കാമുകരാണ്, നിങ്ങൾ അവരോട് പോയിട്ട് പ്രപ്പോസ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിചയമില്ലാത്ത കുട്ടി ഇയാൾ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നു. കണ്ടിട്ടുണ്ട് കുറേ ആളുകളെ ഗ്രൂപ്പായിട്ട് ടക്ക് 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 എന്ന് ഉറക്കി വിടുന്നു. അതൊക്കെ സൈക്കോളജിസ്റ്റിന് പറ്റുമോ? അത് ഹിപ്നോതെറപ്പീൻ്റെ ഒക്കെ ഒരു ഭാഗം. അത് ആക്ച്വലി സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന കുറച്ച് കമാൻഡ്സ് കൊടുക്കുന്നു. ആ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എന്താ പറയുക, കമാൻഡ് കൊടുത്ത് നമ്മുടെ വരുതിക്ക് ആക്കാൻ പറ്റുന്നൊരിത് എന്ന് വെച്ചാൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ സംഭവമല്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പക്ഷേ ഒരാളുടെ മനസ്സിലുള്ളത് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാനും ചില കാര്യങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ സൂക്ഷിക്കണം. സൈക്കോളജിസ്റ്റിനെ സൂക്ഷിക്കണോ? സൈക്കോളജിസ്റ്റിനെ സൂക്ഷിക്കണ്ട. സൈക്കോളജിസ്റ്റ് സൂക്ഷിച്ചാൽ മതിയാ? അങ്ങനെ ആരെയും സൂക്ഷിക്കണ്ട. സൈക്കോളജിസ്റ്റ് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങൾ, അത് എന്തിനു പറ്റിയാവാം, അത് നിങ്ങളുടെ കരിയർ ആവാം, റിലേഷൻഷിപ്പ് ആവാം, സോഷ്യൽ ലൈഫിലുള്ളതാവാം. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര നമ്മൾ എല്ലാവരോടും പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വീട്ടുകാരോട് പറയാൻ പറ്റില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല, നമ്മളെ ജഡ്ജ് ചെയ്യുമോ ഇപ്പം ചിലപ്പോൾ വേറെ 2 പേര് തമ്മിലുള്ള, നമ്മളും വീട്ടുകാരും തമ്മിലൊരു പ്രശ്നമാണെന്ന് എഴുതിക്കോ. അപ്പോൾ അവരെന്ത് തന്നെ പറഞ്ഞു തന്നാൽ നമുക്ക് തോന്നും അത് അവരെ സൈഡിൽ നിന്ന് പറയും. ഒരു സൈക്കോളജിസ്റ്റ് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് കേട്ടെ, ഞാൻ വന്നിട്ട് അങ്ങേ കാണാൻ വരുന്നു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും വട്ട് തുടങ്ങിയോ? വട്ടുള്ളവരല്ല സൈക്കോളജിസ്റ്റിനെ കാണാൻ വരിക. ഇങ്ങനെ ഇതൊരു ഭയങ്കര ഒരു തെറ്റായ ധാരണ കേട്ടോ. ഇങ്ങനെ എല്ലാവരും പറയും സൈക്കോളജിസ്റ്റ് കാണുമ്പോൾ അവന് തുടങ്ങി, അവൻ്റെ ഒരു ആണി പോയി എന്നൊക്കെ പറയും. അത് നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ചൊരു തെറ്റായ ധാരണയാണ്. അതിന്നാണ് ഇപ്പോൾ നമ്മൾ ഇതെല്ലാം അൺലേൺ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. അപ്പം ഒരിക്കലും അല്ല, നമുക്ക് എന്ത് തരത്തിലുള്ള വിഷമം വന്നാലും അത് നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കരിയറിൽ എവിടെയും എത്താത്തതിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കാം, വീട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, എന്ത് ഇഷ്യൂ ആണ്. ഒന്നുമല്ല, നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് നമുക്കൊരു മടുപ്പ് വന്നു, ഇതുമായിരിക്കും. ഇതൊന്നും ഭ്രാന്തല്ല. ഭ്രാന്ത് വേറെ തന്നെ ഒരു അസുഖമാണ്, ഒരു മെന്റൽ ഡിസീസ് ആണ്. ഇതൊന്നും അസുഖമല്ല, ഇതൊക്കെ മാനസികാവസ്ഥയാണ്. ഇതൊക്കെ ഒരു മാനസികാവസ്ഥയാണ്. ഇത് നമ്മള് ഒരു മാനസികാവസ്ഥയല്ലേ? ഭ്രാന്ത് ഒരു മെന്റൽ ഡിസീസ് ആണ്. അതൊരു മാനസിക അവസ്ഥ, കുറച്ചും കൂടെ ഇതൊരു സ്റ്റേറ്റ് ആണ്. അത് ചിലപ്പോൾ താൽക്കാലികമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് മാത്രമാണ്. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബേസിക്കലി ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് കേട്ടോ എല്ലാവർക്കും. ഞാൻ ഈ അടുത്ത് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പാസ്പോർട്ട് ഓഫീസിൽ പോയി. അപ്പോൾ അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയവരും ഒക്കെയാണ് അവിടെ പാസ്പോർട്ട് ഓഫീസേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്, നമ്മൾ കരുതുന്നു. അതെ, നമ്മൾ കരുതുന്നു. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ ന്യൂറോ സൈക്കോളജിയിലാണ് PGD ചെയ്യുന്നതെന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, ഡോക്ടറാണല്ലേ എന്ന് വെച്ചു. പക്ഷെ അതെനിക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നാണ് അർത്ഥം. പക്ഷെ ഇവരുദ്ദേശിക്കുന്ന MBBS കഴിഞ്ഞ ഡോക്ടേഴ്സിനെയാണ്, മെഡിക്കൽ ഡോക്ടറിനെയാണ്. പക്ഷെ അങ്ങനെയല്ല, സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സാണ്. അതായത് അവർ ബേസിക്കലി ബാച്ചിലേഴ്സിന് MBBS എടുത്ത് പഠിച്ച് MDക്ക് അവർ സൈക്യാട്രി, അതായത് മനോരോഗ വിദഗ്ധൻ, മനോരോഗ വിദഗ്ധൻ, മനോരോഗങ്ങളെ പറ്റി പഠിച്ച, അതെ, ഡോക്ടർ സണ്ണി. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞനാണ്, മനസ്സിനെ പറ്റി പഠിക്കുന്ന ആളാണ്. മറ്റേ ആൾ മനസ്സിന്റെ രോഗങ്ങളെ പറ്റി പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സൈക്യാട്രിസ്റ്റിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, സൈക്കോളജിസ്റ്റിന് മരുന്നുകളൊന്നുമില്ല. പല ടൈപ്പിലുള്ള തെറപ്പീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവർ കൗൺസിലിങ്ങിലൂടെയാണ് അതിൽ തന്നെ പല ടൈപ്പ് സൈക്കോളജിസ്റ്റുകളുണ്ട്. അപ്പോൾ ബേസിക്കലി ആ ഒരു വ്യത്യാസം ക്ലിയർ ആയിട്ട് മലയാളികൾ മനസ്സിലാക്കണം. സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് മനോരോഗ വിദഗ്ധൻ, ഡോക്ടർ മെഡിക്കൽ ഡോക്ടറാണ്. അവൾ പ്രോപ്പർ MBBS കഴിഞ്ഞൊരു ഡോക്ടറാണ്. അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മനോരോഗത്തിലാണെന്ന് മാത്രം. അത് ശരി. അപ്പോൾ ഞാനൊരു സംശയം, നമ്മൾ ഈ സൈക്കോളജിയിൽ നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ കേൾക്കുന്നത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, പ്രാരാബ്ദങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ, അത് ഒരു സൈക്കോളജിയാണ്, കാരണം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ആളുകൾക്ക് ചില അഭിചാരങ്ങളൊക്കെ ചെയ്തു, ദുർമന്ത്രവാദം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് അവർക്ക് ചില പരിഹാരങ്ങൾ ചെയ്തു. ആ ആൾ എന്നോട് പറഞ്ഞത് കുറേ ആളുകളുടെ
പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത ശരീരം ഹീറ്റാവും, നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അവരുടെ ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനങ്ങ് തളർന്നു പോകും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെ നമ്മളിങ്ങനെ അബ്സോർബ് ചെയ്തിരിക്കുമ്പോൾ സൈക്കോളജിസ്റ്റിന് എന്തെങ്കിലും പറ്റുമോ? സൈക്കോളജി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടൊരു ശാസ്ത്രമാണല്ലോ. ഇവിടെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നില്ല, നമ്മൾ കേൾക്കുന്നു, നമ്മൾ അവിടെ സൊല്യൂഷൻ കൊടുക്കുന്നു, അബ്സോർപ്ഷൻ നടക്കുന്നില്ല. നമ്മൾ പറയും നമ്മൾ കംപ്ലീറ്റ്ലി അത് അബ്സോർബ് ചെയ്യണ്ട, സിമ്പത്തൈസ് അല്ല, നമുക്ക് എമ്പതിയാണ് വേണ്ടത്. അതായത് അവരുടെ ഷൂസിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ പഠിക്കണം. എന്നാൽ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഇരുന്ന ആളുകളുടെ വിഷമങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്റ്റാറ്റസിനെ അത് ബാധിക്കില്ലേ? ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കളവായി പോകും. നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചൊരു നെഗറ്റീവ് അടിച്ചു തുടങ്ങും. ഓക്കെ, അതുണ്ട് കാലക്രമേണ. പക്ഷെ അപ്പോൾ നമ്മളും അതുകൊണ്ടാണ് ഈ ജോലി അത്ര എളുപ്പമല്ലാത്തത്. അവിടെയാണ് എന്തുകൊണ്ട് സൈക്കോളജിസ്റ്റുകൾക്ക് ഇത്ര പൈസ വരുന്നു, ഇത്രയും ചാർജ് വരുന്നു എന്നുള്ളതൊക്കെ വരുന്നത്. നമ്മളൊന്ന് വർഷങ്ങളുടെ പഠനമാണ്. പിന്നെ നമ്മളിത് അനുഭവിക്കണം. കാരണം നമ്മുടെ ക്ലയന്റ് വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഇറക്കി വെച്ചിട്ട് പോവാണ്, നമ്മൾ എടുക്കുന്നു. അപ്പൊ നമ്മളിവിടെ നമ്മുടെ പോസിറ്റീവ് എനർജിയിൽ നിന്നുള്ള ഒരു പങ്കാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ദേ വിൽ ഫീൽ ബെറ്റർ. നമ്മളിത് എടുക്കുകയും ചെയ്യാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തുക, അതായത് ഇത് അബ്സോർബ് ചെയ്യാതിരിക്കുക. അത് വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തും. ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ഇപ്പോൾ മുന്നിലൊരാൾ ഇരിക്കുമ്പോൾ ഈവൻ ആ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും മനസ്സിൽ ഇത് ഇങ്ങനെ നടക്കും, അയ്യോ അവരെന്തായിരിക്കും ചെയ്യുക ഈ പ്രശ്നം വെച്ചിട്ട്, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സീനിയേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ മാംസും സാറുമാരും അവരൊക്കെ തന്നിട്ടുള്ള നമുക്ക് ക്ലിയർ ആയിട്ട് പറയും അത് കട്ട് ഓഫ് ചെയ്യാൻ. വൺസ് ദ ക്ലയൻറ്റ് ഇസ് ഔട്ട് ഓഫ് യുവർ റൂം, അതായത് ആ നമ്മുടെ തെറപ്പി സെഷൻ കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു, അവരായിട്ടുള്ള ബന്ധം നമ്മുടെ തീർന്നു. പിന്നെ അടുത്ത സെഷന് അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമല്ല. അവരുടെ പ്രശ്നം അത് തന്നെയാണ് സൈക്കോളജിസ്റ്റുകൾക്ക് അവരുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. നമുക്കത് യൂസ് ചെയ്യാൻ, ഐ മീൻ നമ്മുടെ സ്കില്ല് അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഫാക്ട്സ് മാത്രമാണ്, നമ്മുടെ ഇമോഷൻസ് അതിൽ ഇൻവെസ്റ്റഡ് അല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. നമ്മളത് ഇന്റേണലൈസ് ചെയ്യുമ്പോൾ പിന്നെ അത് നമ്മുടെ പ്രശ്നമായി. അവിടെ നമുക്ക് ഇമോഷൻസ് വന്നു, അവിടെ നമുക്ക് ബയസ്ഡ് ആകും. അപ്പോൾ ഇതിൽ കട്ടിയുള്ള പണിയാണ്, കുറച്ച് മെനക്കെട്ട പണിയാണ്, അത് ആൾക്ക് മനസ്സിലാവുന്നില്ല. അതെ. അപ്പോൾ ഈ സൈക്കോളജി പഠിക്കുന്നത് നല്ലതാണോ? വിദ്യാർത്ഥികളൊക്കെ പുതിയ കോഴ്സൊക്കെ സൈക്കോളജി കോഴ്സ് എടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഫ്യൂച്ചറുള്ള കാര്യമാണ്. കാരണം ഇപ്പോ മാനസിക പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. എന്താ ഇപ്പൊ പുതിയ തലമുറയിൽ ഇത്ര വലിയ സ്ട്രെസ്, പെയിന്, സമ്മർദ്ദമൊക്കെ ഉണ്ടാവാൻ എന്താ കാര്യം? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിജിറ്റൽ മീഡിയ വന്നതോടുകൂടെ എല്ലാവരുടെയും ജീവിതം എല്ലാവർക്കും കാണാം. പക്ഷെ കാണുന്നത് റിയാലിറ്റി അല്ല, കാണുന്നത് ആളുകളുടെ ലൈഫിന്റെ ഹൈലൈറ്റ്സ് മാത്രമാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇത് വെച്ച് കമ്പയർ ചെയ്യാണ്. അപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു കോട്ടാണ്, മറ്റൊരാളുടെ ജീവിതത്തിന്റെ ഹൈലൈറ്റ് കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ബിഹൈൻഡ് ദ സീൻസ് വെച്ച് കമ്പയർ ചെയ്യരുത്. നമുക്ക് നമ്മുടെ റിയാലിറ്റി അറിയാം, പക്ഷെ നമ്മൾ മറ്റൊരാളുടെ അങ്ങനെയല്ല കാണുന്നത്. ഇപ്പം ഞാനാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ്സ് ആണ് അതിൽ ഷെയർ ചെയ്യുന്നത്. എത്രയോ ദിവസങ്ങൾ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട്, അതൊന്നും നമ്മൾ ഷെയർ ചെയ്യില്ല. ഓക്കെ, നിലമ്പൂരാണ്, മലപ്പുറം. എന്തൊക്കെയാണ് ഇപ്പം പദ്ധതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു വിഷൻ ഉണ്ട്. അപ്പോൾ അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഫോം ചെയ്യുന്നു, അത് രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നു. സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു കോൺസെപ്റ്റ് എല്ലാവരെയും പഠിപ്പിക്കാൻ, അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല. ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന പ്രായത്തിലുള്ള എല്ലാവരെയും പഠിപ്പിക്കാൻ, പല പോപ്പുലേഷൻ. അതായത് അതും ഞാൻ എൻ്റെ ഈ വർക്ക് എക്സ്പീരിയൻസിൽ നിന്നാണ് അതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയത്. അതായത് നമ്മളടുത്ത് വരുന്നവർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, നമ്മളത് ഫിക്സ് ചെയ്യുന്നു. പക്ഷെ നമുക്കറിയാം വരുന്ന മിക്കവരും അറ്റ്ലീസ്റ്റ് ഒരു 10-15 വയസ്സെങ്കിലും കഴിഞ്ഞവരായിരിക്കും ഏറ്റവും ചുരുങ്ങിയത്. അപ്പം ഇത്രയും വർഷം കൊണ്ട് ഉണ്ടായ ഡാമേജ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് തന്നെ പറയാം. അഗൈൻ നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും റിയലിസ്റ്റിക് ആയിട്ട് പറയുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നമുക്കൊരാളെ ഹീൽ ചെയ്യാൻ അയാൾ വില്ലിങ് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതിൽ 50-50 മാത്രമേ നടക്കുള്ളൂ. അതായത് ഇപ്പം നമ്മൾ നോർമലി ഒരു ഡോക്ടർ അടുത്ത് നമുക്ക് ഒരു പനിയായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി, ആ പേഷ്യൻ്റ് ആ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി പണി ആ മരുന്ന് ചെയ്തോളൂ, അല്ലേ? കുടിക്കണം. ഓക്കെ, പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ക്ലയൻസ് ഈക്വലി എഫേർട്ട് ഇടണം. നമ്മൾ എത്ര നന്നായിട്ടും കാര്യമില്ല, അവർ മാത്രം ഇതായിട്ടും കാര്യമില്ല, ഈക്വലി എഫേർട്ട് ഇടണം. നമ്മൾ പറയും അപ്പോൾ താൻ പാതി ദൈവം പാതി. അതെ, താൻ പാതി ഡോക്ടർ പാതി. അതെ അതെ അതെ. അപ്പം മിക്കവാറും നമ്മുടെ മുന്നിൽ എത്തുന്ന ക്ലയൻസ് ഒന്നും സ്വന്തമായിട്ട് ഒരു എഫേർട്ട് ഇടാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല വരുന്നത്. സോ അവരെ അതിന് കൺവിൻസ് ചെയ്യുന്നു. പിന്നെ അവരുടെ ഒരു പ്രശ്നമായിട്ട് വരുമ്പോഴായിരിക്കും ഈ പ്രശ്നത്തിന്റെ ഉറവിടം നമുക്ക് മനസ്സിലാവും. മിക്കവാറും അവരുടെ ചൈൽഡ്ഹുഡ് ആയിരിക്കാം, അവർ വളർന്നു വന്ന രീതികളായിരിക്കാം, അവർ ജീവിതത്തിൽ അനുഭവിച്ച ട്രോമകളായിരിക്കാം. അപ്പം ഇതൊക്കെ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഒരു 3 മാസം 6 മാസം കൊണ്ടൊന്നും കംപ്ലീറ്റ്ലി നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല. അല്ലല്ല, നോർമൽ അല്ലായിരിക്കുമൊന്നുമല്ല, ഇതൊക്കെ എല്ലാ മനുഷ്യനും കടന്നു പോകുന്നല്ലേ. ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല എന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ട്. പണ്ട് അങ്ങനെയല്ല, ശരിക്കും എന്തെങ്കിലും പ്രശ്നമേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഡിനയലിലാണ്. അപ്പൊ ഈ നോർമൽ അല്ല എന്നുള്ളൊരു ഒരു നോഷൻ അല്ലെങ്കിൽ ഒരു നോം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അതിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ ഭയങ്കര ഉറപ്പായിട്ടും വിളിക്കാം. അപ്പോൾ ഈ എൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ വിളിക്കാൻ ഒരാളുണ്ട്, നമ്മുടെ ഇഷാനി ഋഷഭ്. നമ്പർ വേണേൽ നമുക്ക് കാണിക്കാം, അല്ലേ? നമ്പർ കൊടുക്കാമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും വിളിക്കേണ്ട സമയം വല്ലതും ഉണ്ടോ? ഒരു ഡേ ടൈം. ഞാൻ ആക്ച്വലി UAE ബേസ്ഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു 10 മണി മുതൽ ഒരു 8 മണി മെസ്സേജ് ഇട്ടാലും മതി, വോയിസ് ഇട്ടാലും മതി. അപ്പോൾ അങ്ങനത്തെ സന്ദർഭമുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മെൻ്റലിസം നിങ്ങളുടെ സബ്ജക്റ്റാണോ? മെന്റലിസം സൈക്കോളജി സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു നേരത്തെ ഹിപ്നോട്ടിസം പറഞ്ഞ പോലെ അതേപോലെ തന്നെ അത് മൈൻഡായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പക്ഷെ അത് എത്രത്തോളം സൈക്കോളജി ആയിട്ട് ചേർന്ന് പോകുന്നതാണ് എൻ്റെ ഫീൽഡ് അല്ല. ഡെഫിനറ്റ്ലി സൈക്കോളജി ആയിട്ട് ചേർന്ന് ഒരു പാരലലി പോകുന്ന ഒരു ഫീൽഡാണ്. പാരാസൈക്കോളജിയും സൈക്കോളജിന്റെ ഒരു വിഭാഗം തന്നെയാണ്. അത് ഈ പ്രേതം ഭൂതം ഒക്കെ അതൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും അതായിട്ട് ഹ്യൂമൻ മൈൻഡിന്റെ കണക്ഷൻസും അതിന്റെ എക്സിസ്റ്റൻസും ഒക്കെ പഠിക്കുന്ന ഒരു മേഖലയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ സൂപ്പർ നാച്ചുറൽ ഒക്കെ? അതും സബ്ജക്റ്റീവ് ആണ്. ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ലാന്ന് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അനുഭവം ഉള്ളവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ചില സമയത്തൊക്കെ ഫീൽ ചെയ്തതായിട്ട് നമുക്ക് തോന്നും. ചിലരൊക്കെ ഇത് ഹാലുസിനേറ്റ് ചെയ്യുന്നതും ആവാം. അപ്പോൾ ചില സമയത്ത് ഫീൽ ചെയ്തായിട്ട് തോന്നും. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഉണ്ടെന്ന് പറഞ്ഞു വെക്കാൻ എനിക്ക് അനുഭവം വന്നാൽ മാത്രമേ ഞാൻ അത് ഉണ്ടെന്ന് പറയുള്ളൂ. അനുഭവമുള്ളൊരു മുന്നിൽ വന്നാലും സമ്മതിക്കൂല. അതൊരു സബ്ജക്റ്റീവ് ടോപ്പിക്കാണ്. അത് നമുക്കൊരു യെസ് ഓർ നോ എന്നുള്ളൊരു ഉത്തരത്തിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രേതം ഇല്ലെങ്കിൽ ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നവരുണ്ട്. അല്ല, എന്നാലും ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നുണ്ട്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് എത്രയോ കോടിക്കണക്കിന് ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അനുഭവം ഉള്ളതുകൊണ്ടല്ലേ അവർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് എത്ര നൂറ്റാണ്ടുകളായി എത്ര കോടി ജനങ്ങൾ അവരത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് സംതിങ് ഈസ് ദെയർ. ഇതിനെനിക്ക് എൻ്റെ വ്യക്തിപരമായ ഉത്തരം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഇത് ഉണ്ടെന്നോ ഇല്ലെന്നോ എന്നൊരു ജനറിക് ആയിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് പറയാൻ പറ്റില്ല. വ്യക്തിപരമായിട്ട് ഞാനൊരു ബിലീവറാണ്. ഞാൻ അങ്ങനെ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നു. ഐൻസ്റ്റീൻ്റെ ലാബിൽ ഒരു സ്വസ്തിക കെട്ടിത്തൂക്കിയിട്ടുണ്ട്. നമ്മുടെ സ്വസ്തിക ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വസ്തിക. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനല്ലേ, നിങ്ങളെന്തിനാണ് ഈ സ്വസ്തിക കെട്ടിത്തൂക്കിയിരിക്കുന്നത്? അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, അതിന് തനിക്കെന്താ, അതവിടെ ഇരുന്നോട്ടെ, അത് അതിൻ്റെ പണി ചെയ്യുന്നുണ്ട്. ഐൻസ്റ്റീൻ വിശ്വസിച്ചിരുന്നു. അത്തരം കാര്യം നമ്മുടെ വിശ്വാസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡായിട്ട് കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ എന്താണോ നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അത് സത്യമായി തീരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം ബ്രെയിൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആർ ദ ക്രീച്ചേഴ്സ് ഓഫ് ഹാബിറ്റ്സ് എന്ന് പറയാം. അതായത് പറഞ്ഞ പോലെയാണോ, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി അദമ്യമായി ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ അത് സാധിച്ച് നിങ്ങളുടെ മുന്നിൽ. അത് അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഞാൻ എൻ്റെ മേഖല സൈക്കോളജി ആയതുകൊണ്ടും അതൊരു ശാസ്ത്രമായതുകൊണ്ടും ഞാൻ അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു അങ്ങനത്തെ ഔട്ട്പുട്ട്സ് നമ്മൾ ലൈഫിൽ നമ്മുടെ ബ്രെയിൻ നേടിത്തരും. അപ്പോൾ പ്രേക്ഷകരെ, സൈക്കോളജി, സൈക്യാട്രി ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഔട്ട്ലൈനാണ് പറഞ്ഞത്. ഇഷാനി ഇനി നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇഷാനിക്ക് വോയിസ് അയക്കാം. വിളിച്ചാൽ ദുബായിലാണല്ലേ? ദുബായിലാണ്. ഇടയ്ക്ക് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കിട്ടുന്നില്ലെങ്കിൽ വോയിസ് അയക്കുക. ഇഷാനി അതിന് മറുപടിയും ഒരു സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിത്തരും. പിന്നെ പിരിയും മുമ്പ് എനിക്കൊരു ചോദിക്കും, മറ്റേ മണിച്ചിത്രത്താഴിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അപ്പു നമ്മുടെ ഗണേഷ് കുമാറോട് ചോദിക്കുന്നുണ്ട്, എന്നെ നോക്കിയേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാവർക്കും കുറച്ച് കുഴപ്പമുണ്ടെന്നേ. അപ്പോൾ എനിക്കുണ്ട്.
പറയണ്ട കേട്ടോ. അപ്പോൾ സന്തോഷം, കാണാം. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.